കായംകുളം MSM കോളേജിലെ വ്യാജ ഡിഗ്രി കേസിൽ അച്ചടക്ക നടപടി നേരിട്ട ഡോക്ടർ മുഹമ്മദ് താഹയ്ക്ക് പ്രിൻസിപ്പൽ സ്ഥാനം നൽകില്ല. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഈ മുഹമ്മദ് താഹയുടെ കാര്യത്തിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം എന്താണ്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിലാണ് മുഹമ്മദ് താഹയെ തൽക്കാലം അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് പ്രിൻസിപ്പലിന്റെ പൂർണ്ണ ചുമതല നൽകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് ഉപസമിതി നേരത്തെ ചേരുകയും മുഹമ്മദ് താഹയെ വീണ്ടും പ്രിൻസിപ്പളായി നിയമിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ ഉപസമിതി കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് നൽകി. ഇതിനെ VC എതിർത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് VC ഇതിനെ എതിർത്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ സ്ഥാനം നൽകിയാൽ നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടി തൽക്കാലം അദ്ദേഹത്തെ പ്രിൻസിപ്പൽ ആക്കണ്ട എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച മുഹമ്മദ് താഹയ്ക്കെതിരെ കണ്ടെത്തിയിരുന്നു. കലിംഗ സർവകലാശാലയിൽ നിന്നും നിഖിൽ തോമസ് നൽകിയ ഈ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും MCOMന് പ്രവേശനം നൽകുകയും ചെയ്യുന്നതിൽ ഈ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ ഗുരുതരമായ വീഴ്ച മുഹമ്മദ് താഹയ്ക്ക് ഉണ്ടായി എന്ന ഒരു കണ്ടെത്തലാണ് നടത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരുന്നത്. എന്തായാലും തൽക്കാലം മുഹമ്മദ് താഹയെ പ്രിൻസിപ്പൽ ആക്കണ്ട എന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റിൽ എടുത്തിരിക്കുന്നത്. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.